ഈ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ ലാലേട്ടൻ എന്തെങ്കിലും ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരു കാര്യമില്ല. ടെൻഷൻ ഞാൻ അവർ തന്നെയല്ലേ മാറ്റി വയ്ക്കേണ്ടത്. ഈ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു എക്സാം എഴുതിയത് പോലെയാണ്. നന്നായിട്ട് എഴുതിയാൽ ജയിക്കും, മോശമായിട്ട് എഴുതിയാൽ തോന്നും, അല്ലേ? സോ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻ. പക്ഷെ ഈ ഞാൻ പറയുന്നത് എനിക്ക് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു ടെൻഷനില്ല. ഇപ്പം 370ാമത്തെ സിനിമയിൽ അഭിനയിക്കുന്ന എനിക്ക് ടെൻഷനില്ല. ഇതൊരു പ്രിപ്പറേഷൻ, അതറിയാതെ സംഭവിക്കുന്നത്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അന്നത്തെ സിനിമ പോലെയല്ലേ ഇപ്പോൾ ഭയങ്കരമായ കോമ്പറ്റീഷനാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊന്നും ഇങ്ങനെ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും പേരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. ഇത് സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്നല്ല പറയുന്നത്. സോ അവരുടെ ലൈഫിനെ കുറിച്ച് കുറച്ചൊരു ടോളറൻസ് ലെവൽ കൂടുതലായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോഴും ഇവർക്ക് ആ ടോളറൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കണം, അല്ലേ? ഇതൊരു പ്രത്യേക ഫീൽഡാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു സക്സസ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ ഫെയിലിയറിനെയും അപ്രോച്ച് ചെയ്യാൻ പഠിക്കണം. ഇതിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ടെൻഷനിലേക്ക് നമ്മൾ പോയിട്ട് ഈ ടെൻഷൻ അടിക്കുക അത് വീണ്ടും ടെൻഷനാവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വരുന്ന പോലെ വരട്ടെ. അല്ലേ, നമുക്കൊരു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടന്നു, ട്രെയിലർ കണ്ടു, ഇനി സിനിമ കാണാൻ പോവാണ്. ആ സിനിമയെ കണ്ടിട്ട് വിലയിരുത്തും. നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് പറയും, അല്ലേ? അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. വെറുതെ ഇരിക്കുന്ന ആളുടെ ടെൻഷനിൽ പോയിട്ടൊന്നും കുത്തി നോക്കരുത് പ്ലീസ്. നിങ്ങളുടെ ഈ ടെൻഷന്റെ മുന്നിൽ പോയെന്ന് ഒരു ഡയലോഗ് പറയുമ്പോൾ, ജൂഡ് പറഞ്ഞിരുന്ന ഡയലോഗ് പറയുമ്പോൾ എന്തായിരുന്നു ആ ഫീൽ? അതിന് അച്ഛനായി കണ്ടു. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ എല്ലാവരും അച്ഛൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ പോവാണ്, ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഐ വാസ് നെർവസ്. ഞാൻ നെർവസ് ആയിരുന്നു. 18 അല്ല 16. അച്ഛൻ ഹെൽപ്പ് ചെയ്തു, ട്യൂട്ടറിന് ഹെൽപ്പ് ചെയ്തു. എനിക്ക് ആദ്യത്തെ സീനിൻ്റെ ഫസ്റ്റ് ഷോട്ടായിരുന്നു പ്രശ്നം. പക്ഷെ പിന്നെ സീനിലോട്ട് പോയപ്പോൾ ഓക്കെ ആയിരുന്നു. Hi, Lucia. I'm sitting right here. Okay. So you've spent years expressing yourself through poetry, painting, and everything. There, the creative control is almost under you. But here, when it's acting, it's more of a collaborative process, and it's shaped by Jude's vision here. Is it difficult to let go of that control, emotional control, as an artist? So I would say that it's still the same kind of freedom. I wouldn't say that the freedom is any less with this process, because it's like, it's an art form, right? So you're still expressing in your own way. So it's not, yes, of course the director gives you his vision, but then it's your instrument, right? So you have to bring out your own creativity. Yeah. Thank you so much for the answer, sir. My question is to you. You've seen actors starting their journey through all these decades. As a father and as an actor, what do you think is the most important quality a co-actor, an experienced co-actor should have when he is with a person who's facing the camera for the first time? Basically common sense. Seriously. Because we are not supposed to ridicule them, or we should not give any kind of confusion to them. So be with them, travel with them, and you can on the travel you can correct them, or you can learn so many things. So to be with acclimatization, you need an acclimatization. They also need. So to be in that league and to be in our league, it's a beautiful process happening. So നമ്മുടെ കോ-ആക്ടേഴ്സിൻ്റെ കൂടെ ഏറ്റവും രസകരമായിട്ട് മേക്ക് ഫൺ വിത്ത് ദം, ബി ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് എക്സ്ചേഞ്ച് ആൻഡ് മേക്ക് ദം കംഫർട്ടബിൾ. സെയിം വിത്ത് മായ. അപ്പോൾ മായ സംടൈംസ് വി ഫീൽ, അയ്യോ ഈ കുട്ടി എന്താ ഇങ്ങനെ ചെയ്യണമെന്ന് ഇവരുടെ തന്നെ എല്ലാവർക്കും തോന്നാം, മറ്റവർക്കും തോന്നാം.
അതിനെ ഒരു ഇറിറ്റേറ്റഡ് ആകാതെ സെയിം വിത്ത് ഡയറക്ടേഴ്സ് ഓൾസോ അല്ലേ. ചില ഡയറക്ടേഴ്സ് ഉണ്ട്, ചില ദേഷ്യപ്പെടുന്നവരുണ്ടാവും, പക്ഷേ ദാറ്റ് വിൽ റിഫ്ലക്ട് ദ കോൺഫിഡൻസ് ഓഫ് ദ ആക്ടർ. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്, ഇറ്റ്സ് എ ഹാബിറ്റ്, ഇത് ഒരു പ്രാക്ടീസാണ്. സോ ഇപ്പോൾ ലൈക്ക് ഹി സെഡ്, ഫസ്റ്റ് ഡേ പോലെ ആയിരുന്നില്ല മൈ 10th ഡേ, പിന്നെ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് എ പ്രോസസ്. സോ അതിന് യു നീഡ് ഇതൊരു സെൽഫായിട്ട് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ പറയണതൊക്കെ ഇറ്റ്സ് മോർ ഇറ്റ് ക്യാൻ ഹാപ്പൻ ഓൺ ദ സ്റ്റേജ്. ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. എൻറ്റിറ്റി വൈസ് ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് സിനിമ എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു പ്രാക്ടീസ്. നിങ്ങളുടെ ഒരു ഇൻ്റലിജൻസ് ആണ് അതിൻ്റെ പുറകിലുള്ളത്. ആൻഡ് ബേസിക്കലി ഐ ബിലീവ് ആൻ ആക്ടർ നീഡ്സ് എക്സലൻറ്റ് കോമൺ സെൻസ്. താങ്ക് യു. Thank you so much, sir. മലയാള സിനിമയിലെ ഈ ഒരു ഇപ്പോൾ സായ് കുമാർ എന്ന് പറഞ്ഞ നടൻ്റെ ആ കുടുംബം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അങ്ങനെ ആ കുടുംബം ഒരു കലാകുടുംബം പോലെ വന്നിട്ടുണ്ട്. അതുപോലെ എൻ പിള്ള. ഇപ്പം മലയാള സിനിമയിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ 48 വർഷമായി, ഇപ്പോൾ 50 വർഷമാകുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ വന്നു, അതിനുശേഷം ഇപ്പം മകൾ വന്നു. അപ്പോൾ ആ ഒരു കലാകുടുംബം മലയാള സിനിമയിലേക്ക് പൂർണ്ണമായും വരികയാണ്. അതിൽ അങ്ങനെ തൃപ്തനാണ്. എന്താണ് അദ്ദേഹത്തിന് അങ്ങേക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച്? അത് ഇപ്പം എൻ്റെ ഒരു കാര്യം, അവർ രണ്ടുപേരും ഒരു ആക്ടറോ ആക്ട്രസ് ആവണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല, ഞങ്ങളുടെ കുടുംബവും ചിന്തിച്ചിട്ടുള്ളത് സംഭവിച്ചാണ്. പക്ഷെ ഇവരുടെ കാര്യം അങ്ങനെയല്ല, ഇവരുടെ സ്റ്റേജിൽ നിന്നാണ് അല്ലേ. അവരുടെ ഫാമിലിയായിട്ട് അത് തുടങ്ങി, അവരെപ്പോഴും കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ എൻ്റെ സുച്ചിയുടെ ഫാമിലി ആയാലും ഒക്കെ സിനിമയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഫാമിലിയിൽ നിന്ന് സിനിമയിൽ ആദ്യം വന്നത്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം ഇതൊരു ബ്യൂട്ടിഫുൾ ജോബ്, നല്ലൊരു സൗന്ദര്യമുള്ള ജോലിയാണ് അഭിനയിക്കുക എന്ന് പറയുന്നത്. അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സന്തോഷം. പിന്നെ ആസ് ആൻ ആക്ടർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എനിക്ക് നല്ല എഴുത്തുകാരെ കിട്ടി, തിരക്കഥാകൃത്തുക്കളെ കിട്ടി, സംവിധായകരെ കിട്ടി, കൂടെ അഭിനയിക്കാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ആൾക്കാരെ കിട്ടി. അവരുടെയൊക്കെ ഒരു ഓണയും അവരുടെയൊക്കെ ഒരു സ്നേഹത്തിൽ കിടന്നാണ് ഞാൻ വളർന്നത്. ഈ കുട്ടികൾക്ക് അങ്ങനെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അല്ല, ഞാൻ എൻ്റെ ഫാമിലിയിൽ 2 പേരെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കാര്യമില്ല. ഇവരൊക്കെ അത് പ്രൂവ് ചെയ്ത് അവർ ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ആക്ടറിന് ഒരു നല്ല വേഷം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്, ഏത് ആക്ടറായാലും. അപ്പം ഇവർക്കും അങ്ങനെ നല്ല വേഷങ്ങൾ കിട്ടട്ടെ, നല്ല സംവിധായകരെ കിട്ടിയിട്ട് കൂടെ അഭിനയിക്കാൻ. പക്ഷേ എനിക്കുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അഭിനയിച്ച പലരും നമ്മുടെ കൂടെ ഇല്ല. വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സായിരുന്നു. അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സും അവരുടെ സപ്പോർട്ടും നേരത്തെ സായി പറഞ്ഞപോലെ ഒരു ഗിവ് ആൻഡ് ടേക്ക് വളരെയധികം ഉണ്ടായിരുന്നൊരു സമയമാണ്. നമ്മൾ വേണു ചേട്ടനായിട്ടോ ഗോപി ചേട്ടനുമായിട്ടോ അല്ലെങ്കിൽ ബാസി സാറുമായിട്ടോ നസീർ സാറോ അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. ശിവാജി ഗണേശനായാലും അമിതാഭ് ബച്ചനായാലും നാഗേശ്വർ റാവ് സാറോ രാജ്കുമാർ സാറൊക്കെ ആയിട്ടുള്ള ഒരു ലെജൻഡറി ആക്ടേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് കിട്ടാൻ സാധ്യത കുറവാണിപ്പോൾ. കാര്യം അവരൊക്കെ പോയി, എന്നാലും അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ they are also blessed. അവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരച്ഛൻ എന്ന നിലയിൽ ഏറ്റവും അഭിമാന മുഹൂർത്തത്തിലാണ് ഇപ്പോൾ താങ്കൾ. അതിന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ താങ്കൾ പറഞ്ഞു, അതിൽ സന്തോഷം. ഞങ്ങളെല്ലാം കുട്ടി തന്നെയാണ് വിസ്മയ. ലാലേട്ട അഭിനയിക്കുന്ന സമയത്ത്, ലാലേട്ടൻ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വരാം, വിസ്മയോടൊപ്പം ആ ഷെയർ ചെയ്യുമ്പോൾ, ക്യാമറയ്ക്ക് മുമ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ലാലേട്ടന് തോന്നിയ ആ മുഹൂർത്തം എന്തായിരുന്നു ആ സമയത്ത്? അല്ല, ആ സമയത്ത് എൻ്റെ മകളാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരാളായിട്ടാണ്. അപ്പം മകളായിട്ട് വിചാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ അഭിനയിക്കാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ, ഒരു പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ അവർ പറയുന്ന അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയാണ്. അപ്പം അതുകൊണ്ട് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ആ സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്യാം. അല്ലാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു കൊളീഗായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്ത് ഓരോ ചോദ്യം വിസ്മയിക്കും. ഈ തുടക്കം സിനിമയുടെ സ്ക്രിപ്റ്റ് വീട്ടിലെത്തിയതിനു ശേഷം എത്ര മണിക്കൂർ വീട്ടിൽ ഡിസ്കഷൻ നടന്നു ഈ പടത്തിലേക്ക് വിസ്മയിക്കാൻ? വിസ്മയ, അടുത്ത ചോദ്യം, പ്രൊണാനേട്ടൻ എന്താണ് നൽകിയ ഉപദേശം, ടിപ്പ്? അതിൽ അലട്ടറിയ വിസ്മയം എങ്ങനെ?
എത്ര മണിക്കൂർ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാര്യം ഞാൻ അതിലുണ്ടായിരുന്നില്ല. ഓഫ്കോഴ്സ് കഥ കേട്ടു. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ കൂടുതൽ ഡിസ്കഷനിലേക്കൊന്നും ഞാൻ പോയില്ല. അതാണ് സത്യം. വിസ്മയ, എനിക്ക് എൻ്റേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ ഷെയർ ചെയ്തു. അതൊക്കെ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, ചില അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യും. അതാണ് എൻ്റെ സത്യം. വിസ്മയ, പ്രണവേട്ടൻ എനി ഹെൽപ്പ് ടിപ്സ് ഫോർ ആക്ടിങ്? അങ്ങനെ ടിപ്സ് ഒന്നും തന്നില്ല, ബട്ട് he just said have fun and ഡിസ്കഷൻ അങ്ങനെ ഡിസ്കഷൻ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മയും ഇതിനെ പറ്റി സംസാരിച്ചു. ആൻഡ് സ്റ്റോറി ഭയങ്കര ഇഷ്ടമായി, ഇഷ്ടപ്പെട്ടു. എനിവേസ് ഹലോ, ഇവിടെയാണ്. നമസ്കാരം.